0 മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 34-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാർജ് ആൻഡ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്നൊരു വിഭാഗത്തെക്കുറിച്ചാണ്. ഇവ എന്താണ്, എന്തിനാണ് ഈ ഫണ്ടിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്, എന്തുകൊണ്ടാണ് പലർക്കും ഈ ഫണ്ട് ഒരു ബെറ്റർ ചോയ്സ് എന്ന് തോന്നുവാൻ കാരണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം നമുക്ക് ലാർജ് ക്യാപ് ഫണ്ട് എന്താണ് എന്ന് ഒരിക്കൽ കൂടി സിമ്പിളായിട്ട് നോക്കാം. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നത് സെൻസെക്സും നിഫ്റ്റിയും പോലുള്ള സൂചികകളിൽ ടോപ്പ് 100 കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്. ഉദാഹരണത്തിന് റിലയൻസ്, TCS, ഇൻഫോസിസ് തുടങ്ങിയ മുതലായ കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ വലുതും സ്ഥിരതയുള്ളതുമായ കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാറ്. ഈ കമ്പനികൾക്ക് വലിയ വരുമാനവും പഴക്കവുമുണ്ട്, അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. ബിയർ മാർക്കറ്റിലും ഇവ പെട്ടെന്ന് വീഴാറില്ല, വീണാൽ തന്നെ വലിയ തോതിൽ വില കുറയാറില്ല. പക്ഷെ താഴേക്ക് കൂടുതൽ വീഴാത്തതുപോലെ തന്നെ മുകളിലേക്ക് ഒരു കുതിച്ചുകയറ്റവും ഉണ്ടാകാറില്ല. ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് പൊതുവെ വിപണി താഴ്ന്നാലും സ്ഥിരത ഉണ്ടാകും. കൺസിസ്റ്റൻ്റായിട്ട് റിട്ടേൺ തരുന്ന ഫണ്ടാണ് ലാർജ് ക്യാപ് ഫണ്ട്. ഇനി മറുഭാഗത്ത് നമുക്ക് മിഡ് ക്യാപ് ഫണ്ടുകളാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം 101 മുതൽ 250 വരെ റാങ്കിലുള്ള മധ്യസ്ഥ കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ. ഭാവിയിൽ ലാർജ് ക്യാപ് ആകുവാൻ ശേഷിയുള്ള ശക്തമായ വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ, അവയിലാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ പൊതുവെ നിക്ഷേപിക്കുന്നത്. മിഡ് ക്യാപ് ഫണ്ടുകളിൽ റിസ്ക് ലാർജ് ക്യാപ്പിനേക്കാൾ കൂടുതലാണ്, പക്ഷേ റിട്ടേൺസിൻ്റെ സാധ്യത അതിനേക്കാൾ കൂടുതലാണ്. ഈ മിഡ് ക്യാപ് ഫണ്ടിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആദ്യം അധിക വളർച്ചാ സാധ്യതയാണ്. ദീർഘകാലത്തിൽ വലിയ സമ്പത്ത് ഇതിന് സൃഷ്ടിക്കാനാകും. യുവ ഇൻവെസ്റ്റർമാർക്കും റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും നല്ലതാണ് ഈ ഫണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലാർജ് ആൻഡ് മിഡ് ക്യാപ് കോമ്പിനേഷൻ പല സാഹചര്യങ്ങളിലും സാധാരണ നിക്ഷേപകർക്ക് നല്ലൊരു ബാലൻസ്ഡ് ഓപ്ഷനായിട്ട് കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ബെറ്റർ ആണെന്ന് പറയാനുള്ള കാരണം, ഒന്ന്, ബാലൻസ്ഡ് റിസ്ക് റിട്ടേൺ മിക്സ് ആണ്. ലാർജ് ക്യാപ്പിൻ്റെ സ്ഥിരതയും സുരക്ഷയും ഇതിന് ലഭിക്കും, മിഡ് ക്യാപ്പിൻ്റെ ഉയർന്ന വളർച്ചാ സാധ്യതയും ഇതിന് ലഭിക്കും. അപ്പോൾ രണ്ടും ഒരേ ഫണ്ടിൽ ലഭിക്കും. അതായത് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ലാർജ് ക്യാപ്പ് സപ്പോർട്ട് ചെയ്യും, അപ്പ് ആകുമ്പോൾ മിഡ് ക്യാപ്പ് അതിനെ ബൂസ്റ്റ് ചെയ്യും. ഇനി ഇതിനകത്തുള്ള രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് വെച്ചാൽ ഓട്ടോ ഡൈവേഴ്സിഫിക്കേഷനാണ്. അതായത് ഏകദേശം 250 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ഏകദേശം 250 കമ്പനികളിൽ ഈ ഫണ്ടുകൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഈ 250 കമ്പനികൾ വലിയ കമ്പനികളുമുണ്ട്, വളരുന്ന കമ്പനികളുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചുള്ളൊരു മിക്സാണ് ഇതിലുള്ള ബേസിക് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ. ഇനി ഇതിനൊരു വൊളാറ്റിലിറ്റി കൺട്രോളുണ്ട്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ മിഡ് ക്യാപ്പ് വളരെയധികം വൊളാറ്റൈലാകും, അപ്പോൾ ചാഞ്ചാട്ടം കൂടും. പക്ഷേ അതേസമയം ലാർജ് ക്യാപ്പ് അതിനെ കൺട്രോൾ ചെയ്യും, അതുകൊണ്ട് തന്നെ ഓവറോൾ ഫോൾ കുറയും. പിന്നെ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ, അതായത് ഒരു 7-10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നവർക്ക് ഒരു കോമ്പിനേഷൻ ഫണ്ട്സ് സാധാരണയായി ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നൽകാറുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിന് തികച്ചും അനുയോജ്യമാണ് ലാർജ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്. ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടും, മിഡ് ക്യാപ്പിൻ്റെ ആ ഒരു വേഗതയും കിട്ടും. അപ്പോൾ ലാർജ് പ്ലസ് മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുമ്പോൾ സേഫും ഫാസ്റ്റുമാണ്, ഒരു വൈസായിട്ടുള്ളൊരു മിഡിൽ പാത്താണ്. അപ്പോൾ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മിതമായ റിസ്കിൽ ബുദ്ധിയോടെ പോകേണ്ട വഴിയാണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ 8 വർഷത്തെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൻ്റെ റിട്ടേൺസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് അതിനായിട്ട് അഡ്വൈസർ കൗച്ച് എന്ന വെബ്സൈറ്റിലേക്ക് പോവാം. വീണ്ടും ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നുമല്ല. അഡ്വൈസർ കൗച്ച് എന്ന് പറയുന്ന സൈറ്റിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനത് അതിൽ നിന്ന് തന്നെ എക്സാമ്പിൾസ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ലാർജ് ആൻഡ് മിഡ് ക്യാപ് സെലക്ട് ചെയ്യുക, ഡയറക്റ്റ് സെലക്ട് ചെയ്യുക, സെലക്ട് പീരീഡ് 8 years ഉള്ളൂ, അതുകൊണ്ടാണ് 8 yearsലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു.
സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ റിസൾട്ട് 17.74% വന്നിട്ടുണ്ട്. 17.716 നമ്മൾ ഡിസെൻഡിങ്ങിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 TRIയുടെ കഴിഞ്ഞ 8 വർഷത്തെ റിട്ടേൺസ് കൊണ്ട് 15.5% ആണ്. അപ്പോൾ അതിൽ കൂടുതൽ നൽകിയിരിക്കുന്ന ഫണ്ടുകളാണ് നമുക്ക് നോക്കേണ്ടത്. 17.74, 17.16, 16.87 അങ്ങനെ നമുക്ക് വരുന്നുണ്ട്. ഏകദേശം 36 ഫണ്ട് ഉള്ളതിൽ നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോയി നോക്കാം. ഏകദേശം 10 ഫണ്ടുകളാണ്. ആദ്യം ഇരിക്കുന്ന 15.4 അത് നമ്മുടെ റിട്ടേണിനെ കാട്ടി കുറവാണ്. അപ്പോൾ 10 ഫണ്ടുകളാണ് 8 വർഷത്തെ റിട്ടേൺസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്കിനെ കാട്ടി കൂടുതൽ തരുന്നത്. നമുക്ക് 5 വർഷത്തെ നോക്കാം. 5 വർഷത്തെ നോക്കുമ്പോൾ 30% ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റി ലാർജ് ക്യാപ്പിന് 23.38% ആണ് അതിൻ്റെ ബെഞ്ച് മാർക്ക്. എത്ര ഫണ്ടുകളാണ് നമുക്ക് ഈ 23.38 കൂടുതൽ തന്നിരിക്കുന്നത് നോക്കാം. 5 വർഷത്തത് സെക്കൻഡ് പേജിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഏകദേശം 16 ഫണ്ടുകൾ നമുക്ക് 23.38 മേളിൽ തന്നിട്ടുണ്ട്. 16 ഫണ്ടുകളുണ്ട് 5 വർഷത്തെ നോക്കുമ്പോൾ. പിന്നെ അടുത്ത് 3 വർഷത്തെ നമുക്ക് നോക്കാം. 19.83% നമുക്കത് 30, 27, 16 കൊള്ളാം, നല്ല വലിയ പെർസെൻറ്റേജാണ്. സെക്കൻഡ് പേജിലേക്ക് പോകുമ്പോൾ ഓക്കെ, ഏകദേശം 13 ഫണ്ടുകൾ 13 ഫണ്ട്സ് നമുക്ക് 19.83 മേളിൽ റിട്ടേൺസ് തരുന്നുണ്ട്. അല്ല, കുഴപ്പമില്ല. ഇതിൽ നമുക്ക് ഒരു ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. നല്ല മ്യൂച്വൽ ഫണ്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബെഞ്ച് മാർക്ക് നമ്മളൊരു എല്ലാ ക്വാർട്ടറിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ബെഞ്ച് മാർക്കിൽ കുറവാണ്, സ്ഥിരമായിട്ട് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ആ ഫണ്ട് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 34ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 33 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 22 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. അതിൽ 21 ദിവസത്തെ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 21 5250 രൂപ. ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. അതോടൊപ്പം 11 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 11 ദിവസത്തെയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 11 2750 രൂപ. ആകെ 8250 രൂപ നിക്ഷേപിച്ചതിൽ 8000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു, 250 രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ആയതിനാൽ ഡെപ്റ്റ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 34ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 35ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.